ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടി നമ്മൾ ഫെറാറി മോഷ്ടിച്ചിട്ട് നമ്മളെ പോലീസുകാർ ജയിലിലിട്ടീന്ന്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ ഇന്ന് ജയിൽ എസ്കേപ്പാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ അറിഞ്ഞത്. കുറച്ച് ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങി ഗൈസ്. അതൊക്കെ അമ്മക്കുള്ളതാണ്, ശീലമുള്ളതാണ്, ഉറക്കമുണ്ടാവില്ല, ആൾക്കാർക്കായി ഉറക്കമുണ്ടാവില്ല. ഞാൻ ആദ്യം റോഹനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ റോഹനൊന്ന് വിളിച്ചു നോക്കിയിട്ട് അപ്പോൾ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഓക്കെ, ഞാൻ റോഹനെ വിളിച്ചു നോക്കിയാണ്. ഈ റോഹനെന്താ കട്ടാക്കിക്കണേ? പഠിച്ചാൽ ഇനിയിപ്പോൾ റോഹന് കട്ടാക്കിക്കണം. നമുക്ക് ഒന്ന് എയർപോർട്ടിൽ പോയി നോക്കാം, എന്തെങ്കിലും പോയി. ഞാൻ ഈ പ്രാവശ്യം ലോസ് ആൻഡോസിൽ നിന്ന് വിടാൻ പോവാണ്. ലോസ് ആൻഡോസിൽ നിന്ന് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഞാനും റോഹനും കൂടെ ലോസ് ആൻഡോസൊക്കെ കറങ്ങാൻ വന്നതാണ്. കുറച്ച് ദിവസത്തിന് ഒരു മാസത്തിന് കറങ്ങാമെന്ന് വരാച്ചാവോ നമ്മളെ പോലീസ് എടുത്തും പിടിച്ച്. അപ്പം നമുക്ക് നേരെ നമ്മളുടെ നാട്ടിൽ തന്നെ പോവാം, ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പോവാണ് ഗൈസ്. നമ്മൾ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോലീസുകാർ അലേർട്ടാവുന്ന മുമ്പ് വേഗം പോകണം. ഇപ്പം തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പം തന്നെ വാണ്ടർ ലെവൽ കൂടി ഗൈസ്. എന്തായാലും എയർപോർട്ടിലേക്ക് പോലീസുകാർ വരില്ല എന്ന് ഉറപ്പാണ്. ഇവിടെ എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും ഹെലികോപ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിന്ന്. നന്നാവുകയാണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ വേഗം നമുക്ക് രക്ഷപ്പെടാന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വേറെ കാര്യമാണ് ഗൈസ്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്തോ ഒരു ഹെലികോപ്റ്റർ കാണുന്നുണ്ടല്ലോ. ഹെലികോപ്റ്ററാ. ഈ ഹെലികോപ്റ്റർ എടുത്ത് നമുക്ക് നൈസായിട്ടൊന്ന് മുങ്ങാം ഗൈസ്. നമുക്ക് ഈ ഹെലികോപ്റ്റർ വെച്ചിട്ട് നൈസായിട്ടൊന്ന് മുങ്ങാം. എന്തായാലും നമ്മൾ മുങ്ങും. എന്തായാലും തോക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അഥവാ ഏതെങ്കിലും പോലീസുകാരെ ഹെലികോപ്റ്റർ വെടിവെച്ചാൽ നമുക്ക് ഓരോരുത്ത് ഇടമണി എടുത്ത് പൊട്ടിച്ചിടാം. അല്ലെങ്കിൽ മിസൈലൊക്കെ ഉണ്ട്, പേടിച്ചേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് വേഗം എസ്കേപ്പ് ആവാം ഗൈസ്. ഈ നേരത്ത് വണ്ടിയൊക്കെ കയറ്റാനുള്ള പണിയുണ്ടോ. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആവണ മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഓരോന്നിടുന്ന വീഡിയോത്തെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഷെയറും ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ ഉപകാരപ്പെടും ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ ഇട്ടിക്കണേ. അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനെ മേലെ കയറി വെക്കുകയാണ്. പഠിച്ചാനെ പലയിടത്തും ഇങ്ങനെ ഇടിച്ച് വീകാമല്ലോ വണ്ടി. എന്ത് ചെയ്യാനാ, വണ്ടി ബുഗാട്ടിയല്ല. ഡ്രിഫ്റ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ഡ്രിഫ്റ്റ് ചെയ്യാനല്ല പഠിച്ചോനെ വണ്ടി വീണ്. പോലീസുകാരൊക്കെ അത് പോണി നമ്മളെ പിടിച്ചാനായിട്ടാണ് വന്നിക്കണ് ഗൈസ്. നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടണം. ഈ വണ്ടി ഒന്ന് വീണതാണ് ഗൈസ്. എന്താ പണി പറയുക, ചെയ്ത പണിയല്ലേ ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നും കൂടെ കയറി വെക്കാം. ഇനി വീകാതെ നിന്നാൽ മതിയെന്നേ. ഇപ്പം ഓൾനൈറ്റ് ഷാഡൊക്കെ ഹെലികോപ്റ്ററിൻ്റെ ഷാഡൊക്കെ വരുന്നുണ്ട്. എന്തായാലും വേഗം നമുക്ക് രക്ഷപ്പെടണം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ അത് രക്ഷപ്പെട്ടാൽ മതിന്ന്. നമുക്ക് വേഗം രക്ഷപ്പെട്ടു തന്നെ പഠിച്ചോനെ. അപ്പോൾ നമുക്ക് വേഗം രക്ഷപ്പെടുക. ഞാൻ നേരെ കയറി പോവാണ്. പഠിച്ചാണ് ഇനി ഇടിച്ചിന്ന്. ഭാഗ്യത്തിന് വീണില്ല. ഇനി വീകാത്ത നമുക്ക് നന്നായി. ഓക്കെ, ഇനി നമുക്ക് സുഖമായിട്ട് നല്ല നൈസിലായി ഒന്ന് കയറാം. ഇനി എത്ര പോലെ ഫ്ലോർസ് ഉണ്ട്. ഇതൊന്നല്ലല്ലോ ഫ്ലോർസ്, ഇനിയും ഉണ്ട് ഗൈസ്. എന്താ പണി, ഇനി ഇത് കയറാനുള്ള പാട് വേറെയാണ് ഗൈസ്. വണ്ടി കുറച്ച് പണിയുണ്ട്. നമ്മൾ അങ്ങനെ ടോപ്പ് ഫ്ലോർക്ക് എത്തിക്കണേ. കുറച്ച് ഒരു ഇതും കൂടെ ഉണ്ട്. അതാ നമ്മളെ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ നൈസായി നമുക്ക് മുങ്ങാം ഗൈസ്. ഈ ഹെലികോപ്റ്റർ ഇതാണെന്നൊക്കെ അറിയില്ല. ഇവിടെ ഒന്ന് കറങ്ങുന്നുണ്ട്. വണ്ടി ഓൾറെഡി സ്റ്റാർട്ടാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ നമുക്ക് ഇന്ത്യക്ക് വിടാം. റോഹൻ്റെ വീട്ടിലേക്ക് വിടാം. നമുക്കറിയാം ഓൻ കുറച്ച് ദിവസമായി ഞാൻ ജയിലിൽ കിടന്നപ്പോൾ അവൻ മുങ്ങി ഗൈസ്. അപ്പോൾ ഞാനും ഓൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ അടുത്ത് അവിടെ വീടൊന്നും ചെയ്യാം. നമുക്ക് അവിടെ ഒരു വീട് ബൈ ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരെ ഞാൻ ഇനി റോഹൻ്റെ വീട്ടിൽ കോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ റോഹൻ്റെ വീട്ടിലേക്ക് ഹെലികോപ്റ്റർ ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ റോഹൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ എന്താണ് നേരെ താഴെ ഉണ്ട് ഒരു വീട്. ആ വീടാണ് റോഹൻ്റെത്. ഇത് നമ്മൾ മുന്നേ വന്നിരുന്ന വീടായിരുന്നു. പക്ഷേ നമ്മളിവിടെ കുറച്ച് ദിവസം അവൻ്റെ വീട്ടിൽ തന്നെ നിന്നിരുന്നു. ഇന്ത്യയിലുണ്ടാവും നമ്മളെ നാടായിരുന്നു. പക്ഷേ എൻ്റെ വീടൊക്കെ മറ്റേ ഗുണ്ടാൾ കത്തിച്ചുകൊണ്ട് ഇവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാണ്ടി വന്ന്. നമ്മളിനി പുതിയ വീടൊക്കെ വാങ്ങും. അപ്പോൾ ആ വീഡിയോ അടുത്ത വീഡിയോയിൽ ഇട്ടോണ്ട്. അപ്പോൾ നമ്മൾ ഇവൻ്റെ നൈസായി നൈസായിട്ട് ലാൻഡ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഒന്ന് അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ
അല്ല എൻ്റെ തമ്മച്ചിയെ എൻ്റെ തല മുറിഞ്ഞ് എന്താ പഠിച്ചോനെ എൻ്റെ തല മുടിഞ്ഞ്. അപ്പോൾ നമ്മളെന്നാലും ജയിൽ എസ്കേപ്പ് ആയല്ലോ, അത് മതി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ നമ്മൾ ഈ ഇതിൽ ഉദ്ദേശിച്ച് ജയിൽ എസ്കേപ്പ് ആവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.